ജീവിതത്തിലെ ഓരോ ചുവടുകൾ വയ്ക്കുമ്പോൾ സന്തോഷവും സംതൃപ്തിയും സ്വാഭിമാനം തോന്നുന്നു. നിനക്കിതൊന്നും സാധിക്കില്ല, ഇത് നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ട് ആണ് ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് കുതിച്ചു പാഞ്ഞത്. അന്നൊന്നും വിചാരിച്ചു പോലുമില്ല ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് എത്താൻ പറ്റുമെന്ന്. എല്ലാം നേരിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കുച്ചിപ്പുടി അരങ്ങേറ്റം ചെയ്തു. ഇതിൻ്റെ പുറകെ ഉള്ള ഒരു ഹാർഡ് വർക്ക്, ഒരു എഫേർട്ട്, ഇതിൻ്റെ പുറകെ ഒത്തിരി സാക്രിഫൈസസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. എന്നെ വെല്ലുവിളിച്ചവരുടെ നേരെ ഞാൻ തലയുയർത്തി നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം തന്നെയാണത്. എന്നെപ്പോലെ സ്വപ്നങ്ങൾ ഉള്ള അമ്മമാർ, സ്വപ്നങ്ങളെ ഉറക്കിക്കിടത്തിയിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒന്ന് പൂവണിയിക്കൂ. ഇത് ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഈ ഒരു ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സ്വപ്നത്തിനായിട്ട് ഒന്ന് പരിശ്രമിക്കാം. സത്യത്തിൽ എന്നെ വെല്ലുവിളിച്ചവർക്കൊക്കെ ഒരു 1000 നന്ദിയാണ് പറയേണ്ടത്. നിങ്ങൾ അന്ന് അങ്ങനെ ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്നോട് പറയത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ സ്വപ്നം ഉറങ്ങിക്കിടക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഞാനെൻ്റെ ലക്ഷ്യത്തിലേക്ക് ഓടി കുതിച്ച് എനിക്ക് പോകാൻ പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അത് നിങ്ങളെ തളർത്തിയിടാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കല്. തീർച്ചയായിട്ടും ഒരു ലക്ഷ്യം കാണും അതിൻ്റെ പുറകിൽ. വെല്ലുവിളികൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ചും കൂടെ എഫേർട്ടൊക്കെ ഇട്ട് നമ്മുടെ സ്വപ്നത്തിലേക്ക് കുതിച്ചു പായാൻ പറ്റൂ. അപ്പം ഇപ്പം നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ പ്രെയർ ചെയ്ത് ഗുരുക്കളുടെ അനുഗ്രഹം വാങ്ങണം എന്ന് നമ്മളെ കാണിച്ചു തരുന്നതാണ്. ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് RLV ക്ലിൻറ്റൺ സാറ്. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഓർക്കസ്ട്ര ടീം. സാറുണ്ട്, നമ്മുടെ സാറ് RLV എബിൻ സാറാണ്. പിന്നെ പാട്ട് പാടാൻ സംഗീത സാറ്, പിന്നെ അഞ്ജന മിസ്, അരവിന്ദ് സാറ്, വിനോദ് ചന്ദ്രൻ സാറ്, ഇവരെല്ലാവരുമാണ് ഓർക്കസ്ട്ര ടീമിലുള്ള. ഇപ്പോൾ നമ്മൾ പ്രെയർ ചെയ്ത് ഭരതനാട്യം കുച്ചിപ്പുടിക്കാരുടെ പ്രെയർ നമ്മൾ ചെയ്ത് നമ്മൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടേ ഇപ്പോഴും നമ്മൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നമ്മളെ സാർ അത് ലീഡ് ചെയ്ത് കാണിക്കുന്ന ഒരു ക്ലിപ്പിംഗാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ റിഹേഴ്സലിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ദുർഗയുടെ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സമയത്തൊക്കെ എൻ്റെ കാലിൻ്റെ നിങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടതുപോലെ തന്നെ കാല് റിഹേഴ്സലിൻ്റെ ഇടയ്ക്കാണ് കാലിൻ്റെ തമ്മനയിൽ പോയിട്ട് പിന്നെ അത് ഹോസ്പിറ്റലിൽ പോയി അനസ്തേഷ്യയൊക്കെ തന്നെ എടുത്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കാലിൻ്റെ വേദനയുണ്ട്. സോ എനിക്ക് അത്രയും നന്നായിട്ട് ചുവടുകൾ ചവിട്ടാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞങ്ങൾ എടുത്തേക്കുന്ന ഒരു ചെറിയ പോർഷൻ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മുടെ ചെലങ്ക പൂജയുടെ ഒരു പ്രൊമോ ഷൂട്ട് പോലെ നമ്മൾ അന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് സാറുണ്ട്, വീഡിയോഗ്രാഫറുണ്ട് അവിടെ. അവരപ്പം നമ്മളെ ഗൈഡ് ചെയ്യുന്നു എങ്ങനെ ചെയ്യണം എന്നൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെയൊന്നും ഞങ്ങളങ്ങനെ എന്തൊക്കെയോ അവർ പറഞ്ഞ് ക്യാമറയിലൊക്കെ നോക്കി അങ്ങനെ വരല്, വളരെ കാഷ്വലായിട്ടേ വരാവുള്ളൂ എന്നൊക്കെ നമ്മൾ ഹാസ് യൂഷ്വൽ. അപ്പം ഞങ്ങൾക്ക് തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന ഒരു രംഗമാണത്. അപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ കാലിങ്ങനെ ബൾബ് പോലെയൊക്കെ തെളിഞ്ഞിരിക്കുന്നത്. അപ്പം അതൊക്കെ അവരെന്നെ കളിയാക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് എൻ്റെ കാലും കൊണ്ട് നടക്കുന്നത് തന്നെ. കണ്ടാലും ഒരു ഞൊണ്ടൊക്കെ ഉള്ളതുപോലെ തന്നെ തോന്നും. ഇതെൻ്റെ ഒരു സിംഗിൾ ഷൂട്ടാണ്. അതായത് അരങ്ങേറ്റത്തോടനുബന്ധിച്ച് കയറുന്ന എല്ലാ കുട്ടികളുടെയും സിംഗിൾ ഷൂട്ട്സും ഉണ്ടായിരുന്നു. അപ്പം അത് അവർ പറഞ്ഞതുപോലെ ചിലങ്കിൽ എനിക്ക് കാലേ കെട്ടാൻ വയ്യ, റൈറ്റ് ലെഗാണ് എൻ്റെ പോയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ തമാശകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളോട് എപ്പോഴും പറയണ പോലെ തന്നെ ഒരു 20 ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ
ഈ ഒരു സ്വപ്നം അരങ്ങേറാൻ പോകുന്നത് തന്നെ. അപ്പോൾ ഒരു ബിഗ് ഡേ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ കാലിൽ ഒരു ചെറിയ പണിയൊക്കെ തന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള റിഹേഴ്സലും എഫേർട്ടും എല്ലാം. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റ് വന്നപ്പോൾ റിഹേഴ്സലിൻ്റെ ഇടയ്ക്ക് ചില സമയം എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പെയിൻ കില്ലറൊക്കെ അത്യാവശ്യം തന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വീഡിയോസ് എടുക്കുന്ന. ഇതാണ് നമ്മുടെ ഭരതനാട്യം ബാച്ച് ഫുൾ. ആ ഒരു വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. പിള്ളേർ സാറ് നാട്ടുവങ്കം വായിക്കുന്നു, കുട്ടികളെല്ലാം അതിനോടനുസരിച്ച് ചുവടുകൾ വെക്കുന്നു. വീഡിയോ പ്രൊമോയ്ക്ക് വേണ്ടി അത് വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന ഒരു പോർഷനാണ് കാണുന്നത്. ഇതാണ് ഞങ്ങൾ കുച്ചിപ്പുടിയുടെ പ്രൊമോയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ സാറ് പറയുന്നത് ഏത് അടവെടുക്കുന്നു, അപ്പം അതനുസരിച്ച് ഞങ്ങളത് ചെയ്യുന്നു. നല്ല പെയിൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സിറ്റിംഗ് ആയിട്ടുള്ളതൊന്നും സാർ അങ്ങനെ തന്നിട്ടില്ലായിരുന്നു. സാറ് നിന്നുകൊണ്ടുള്ളത് ചെയ്തോളാൻ പറഞ്ഞു. സാറ് നമ്മളോട് പറഞ്ഞു തരാം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. കാരണം കുച്ചിപ്പുടിക്ക് എപ്പോഴും ഒരു എന്താണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ബ്യൂട്ടി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു മേൽവഴക്കവും ഒക്കെ എനിക്കെപ്പോഴും അതാണ്. എനിക്ക് കൂടുതലും ഭരതനാട്യം പഠിച്ചതിന് ശേഷവും കുച്ചിപ്പുടി അങ്ങോട്ട് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. വളരെ മനോഹരമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മഞ്ജു വാര്യർ ചേച്ചിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് എപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ വീഡിയോ ഒക്കെ എടുക്കാൻ എന്നെ സഹായിച്ചത് നമ്മുടെ കൂടെ ഡാൻസ് പഠിക്കുന്ന സിദ്ധു എന്ന് പറയുന്ന പയ്യനാണ്. അപ്പം അവനാണ് എന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ സഹായിച്ചത്. സോ ഓരോ ക്ലിപ്പിങ്സ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഏതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ സാർ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ. എനിക്ക് പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ പറ്റിയായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ആ ടൈമിൽ എനിക്ക് അങ്ങനെ ഒത്തിരി കാലെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം പ്രൊമോ വീഡിയോ ഒക്കെ ഉള്ളത് ചെയ്തിട്ടുണ്ട് നീറ്റ്ലി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ മെയിൻ അരങ്ങേറ്റ ദിവസം വന്നിരിക്കുന്നതാ. നിങ്ങൾ കാണുന്ന പോലെ എനിക്ക് ഭയങ്കര ചിരി വരുന്നു. കാരണം ഒരു 20 years ഗ്യാപ്പിന് ശേഷമാണ് ഇത്രയും മുഖത്ത് പുട്ടിയൊക്കെ അടിക്കുന്നത്. സാധാരണ യൂട്യൂബ് വീഡിയോസ് ചെയ്യുമ്പം പലവരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് എന്നോട്, ഞാൻ പുട്ടി അടിക്കാറുണ്ടോ എന്ന്. കണ്ടമാനം ഇതാണ് ശരിക്കും നമ്മുടെ ക്ലാസിക്കൽ മേക്ക് ഓവറാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്കത് ഒരു കുറ്റവും പറയാൻ പറ്റില്ല, അതങ്ങനെ വേണം. കാരണം നമ്മുടെ സ്റ്റേജ് ലൈറ്റ്സും എല്ലാമായിട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു ലുക്കിലേക്ക് വരണം. അപ്പോൾ ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനെ എടുത്തത് കൊണ്ട് എനിക്ക് ഒരു ഡിഫറെൻറ്റ് ഫീലാണ് മേക്കപ്പ് ഇടുന്നത്. സുഭാഷേട്ടൻ ആണ് ക്യാമറ നേരം എന്നെ എടുക്കാൻ സഹായിച്ച. സാന്ദ്ര കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ ഡാൻസ് പഠിക്കുന്ന കുട്ടിയാണ്. അവളാണ് ക്യാമറയൊക്കെ എടുക്കാൻ, വീഡിയോ എടുക്കാൻ സഹായിച്ചത്. പിന്നെ നമ്മുടെ കണ്ണെഴുതി തുടങ്ങി. എനിക്ക് എപ്പോഴും എനിക്ക് സ്വന്തം വീഡിയോ ചെയ്യുമ്പോഴാണേലും എനിക്ക് ഏറ്റവും ഇഷ്ടം കണ്ണിൻ്റെ ഒരു മേക്ക് ഓവറാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഒരു ഡാൻസർ ആകുമ്പം ആ അഴക് മെയിൻലി ഇരിക്കുന്ന ആ കണ്ണിൻ്റെ ആ ഫീച്ചറിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് കണ്ണാണ് കുറച്ചും കൂടെ, നമ്മൾ എന്ത് എക്സ്പ്രഷൻ ആണെങ്കിലും നമ്മുടെ ആ കണ്ണിലൂടെയാണ് നമ്മൾ ആ കൺവേ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുള്ളത്. ചേട്ടൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിലെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടക്കണ്ണുരുട്ടി മോഡിലേക്ക് ഇരിക്കുമായിരുന്നു. കുഞ്ഞിൽ എന്ന് പറയുമ്പം ഒരു സ്കൂൾ ലെവൽ വരെ എല്ലാ മത്സരത്തിന് പോയിട്ടുണ്ട്. പിന്നീട് അതുമായിട്ടുള്ളൊരു ടച്ച് പോയി. പിന്നെ ഒരു എഡ്യൂക്കേഷൻ ടീച്ചിങ് ഫീൽഡിലേക്ക് പോയി. പിന്നെ അങ്ങനെ ഒരു എന്താന്ന് പറഞ്ഞ ഒരു നിമിത്തം പോലെ ഒരു ഡാൻസ് ഒരു പാഷൻ. എനിക്ക് അല്ലേ തന്നെ ഡാൻസിങ് നല്ല ഇഷ്ടമാണ്. പിന്നീട് ഞാൻ ആ പാഷനിലേക്ക് തിരിയുകയും പിന്നെ ഇങ്ങനെ കുച്ചിപ്പുടി പഠിക്കണം എന്ന് തോന്നുകയും സാറിൻ്റെ അടുത്ത് വരികയും RLV എബിൻ സാറിൻ്റെ അടുത്ത് പഠിക്കുകയും അങ്ങനെ ഒരു വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷം ഞങ്ങൾ അരങ്ങേറ്റത്തെ മെയിൻ ദിവസം സത്യം പറഞ്ഞാൽ നല്ലപോലെ പേടിയുണ്ട്. ഓൾമോസ്റ്റ് മെയിൻ മേക്ക് ഓവർ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രസ്സും ഇട്ട് ചേഞ്ച് ചെയ്ത് കോസ്റ്റ്യൂം ചേഞ്ച് നമ്മൾ കുച്ചിപ്പുടിയുടെ സ്റ്റൈലിലേക്ക് ഹെയറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുറകിലിരിക്കുന്നതാണ് സിദ്ധു എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ആളാണെങ്കിലും വലിയ ആളാണ് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റിലൊക്കെ ഇത്തവണ A ഗ്രേഡ് നേടിയ ആളാണ്, ഫോക്കിൻ്റെ ആളാണ്. അപ്പം അവനാണ് എനിക്ക് വീഡിയോ എടുക്കാനും സഹായിച്ചതാണ്. അങ്ങനെ നമ്മുടെ സ്റ്റേജിലെ മെയിൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇറങ്ങി. ഇത് നമ്മുടെ കുച്ചിപ്പുടി പൂജയാണ്. ബ്രഹ്മാഞ്ജലി എന്ന് പറഞ്ഞ പാട്ടിൽ വേദന കാരണം
ആ ടൈം ഒരു 6 o'clock ആയപ്പോഴാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതാണ് ചെറിയൊരു ക്ലിപ്പിംഗ് എടുത്തിട്ടുള്ളൂ. മെയിൻ ക്ലിപ്പിങ്സ് സ്ലോലി കിട്ടുന്ന അനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇതുവരെ ഞങ്ങൾക്ക് ക്ലിപ്പിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല, വീഡിയോസ് കിട്ടിയിട്ടില്ല, അതൊക്കെ എഡിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അരങ്ങേറ്റത്തിൻ്റെ ബിഹൈൻഡ് ദ സീൻ കാഴ്ചകൾ. അപ്പോൾ എല്ലാ ഡാൻസേഴ്സും എത്ര കഷ്ടപ്പെട്ടാണ് ഒരു ഐറ്റം പഠിക്കുന്നതും അത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും. ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാനത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അപ്പം എപ്പോഴും നമ്മളൊരു ഡാൻസറിനെ കാണുമ്പം ഒരിക്കലും നമുക്ക് ഇത്രയേ ഉള്ളൂ അല്ലേ എന്ന് ഒരിക്കലും നമുക്ക് പറയാനുള്ളൊരു ഇത് വരില്ല. കാരണം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു ഡാൻസർ ഒരു സ്റ്റേജിൽ ഒരു ഐറ്റം പെർഫോം ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം നമ്മൾ മറന്നും പോകാം. അതൊക്കെ നമ്മുടെ ഓരോ ടൈം പോലെ ഇരിക്കും. നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ഇതിപ്പം നമ്മൾ ഒരു വർഷമായിട്ട് ചെയ്യുന്ന ഒരു ഹാർഡ് വർക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്റ്റേജിൽ കയറുമ്പം നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലാണ് ഒബ്വിയസ്ലി. പക്ഷേ കളിച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ എല്ലാം മറന്ന് നമ്മൾ ആ ഡാൻസിലേക്ക് ലയിച്ചു പോകും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ FB പേജും ഫോളോ ചെയ്യുക, ഏഞ്ചൽ വിങ്സ് അജി ജോയ്സ്. എൻ്റെ ഇൻസ്റ്റ അജി ജോയ്സ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ റിയൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഹനുമന്ത ദേവ നമോ